അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിറ്റേന്ന് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അറബി പള്ളിയിൽ നിന്ന് നേരെ തൻ്റെ വീട്ടിലേക്ക്. തൻ്റെ ബീവി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. യാ സൈഫ്, എന്ത് ഇന്നിത്ര വൈകിയത്? ഹേയ്, ഒന്നുമില്ല, നല്ലൊരു കാര്യത്തിന് ഇറങ്ങല്ലേ, അപ്പോൾ കുറച്ചധികം ദ്വാ ചെയ്തു. സൈഫ് എല്ലാവരെയും വിളിച്ച് ഒരു ഫങ്ഷന് കേട്ടോ. ബീവി, ഞാൻ പറയുന്നത് എൻ്റെ ബീവി ഒന്ന് കേൾക്കണം. ആദ്യം നിക്കാഹ്, പ്രത്യേകിച്ച് നമ്മളിവിടെ അതും ഇവിടെ കൊണ്ടുവന്നൊരു പെണ്ണിനെ നിക്കാഹ് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ പല രീതിയിലുള്ള ദുരൂഹതകളും ഉണ്ടാകും. അതുകൊണ്ട് അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ബീവി ഒന്ന് കേൾക്കണം. ആദ്യം നിക്കാഹ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫങ്ഷൻ ആക്കാം. എന്താ, 2-3 ആളെ കൂടി കൂട്ടിയിട്ട് സാക്ഷികളാക്കി പള്ളിയിൽ വെച്ച് ഞാൻ നിക്കാഹ് ചെയ്യാം. അതിനൊരു വലിയ എനിക്കുണ്ട്. അവർ എന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല. എന്നിട്ട് ഞാൻ ആ മഹറുമായി വരാം. ആ മഹർ അവൾക്ക് അണിയിക്കണം, നീ അണിയിക്കണം. എന്താ? സേഫ് നിക്കാഹ് കഴിച്ചാൽ പിന്നെ ഞാനാണോ അണിയിക്കേണ്ടത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നുമില്ല. മഹർ അണിയിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം മഹർ തരുന്ന ആളാരാ അത് നോക്കിയാൽ മതി. സേഫ്, ഒഴിഞ്ഞു മാറരുത്. ഇല്ല പെണ്ണെ, ഞാൻ എങ്ങനെ ഒഴിഞ്ഞു മാറാനാ? നിക്കാഹിന് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം. അതിനിടയിൽ വെച്ച് 4 ആൾ അറിഞ്ഞുകൊണ്ട് നിക്കാഹ് ചെയ്യണം. അതാണ് സേഫ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബീവി, നീ പറയുന്നതൊക്കെ ഓക്കെ. നമ്മുടെ നാട്ടിലുള്ള ഒരു പെണ്ണാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതൊരു പുറം നാട്ടുകാരിയാണ്, ഒരിക്കലും ഒരു അറബി പെണ്ണല്ല. ഇതൊരു മലയാളി പെണ്ണാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കാനൊന്നും ഇത് പാടില്ല. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പിന്നീടൊരു പാർട്ടിയാക്കാമെന്ന്. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ജെയ്ത്തൂൻ ബീവി അത് ശരിവെച്ചു. ആയിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല, അവൾ നിക്കാഹ് കഴിക്കുമല്ലോ, അത് മതി. സേഫ്, അപ്പോൾ എന്നാണ് നിക്കാഹിൻ്റെ ദിവസം? എന്നാണെങ്കിലും ഇന്ന് റെഡിയാണ്, അതിനൊന്നും കുഴപ്പമില്ല. നല്ലൊരു ദിവസം നോക്കി നിക്കാഹ് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അത് ഞാൻ പള്ളിയിൽ വെച്ച് നടത്തിക്കോളാം. അത് ഇവിടെ വെച്ചാക്കണ്ട, അതായിരിക്കും നല്ലത്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റുക എന്നതായിരുന്നു അറബിയുടെ ലക്ഷ്യം. നേരെ അതാ ബീവി ഫർസാനയുടെ റൂമിലേക്ക്. യാ ഫർസാൻ. ആ, അത് നിക്കാഹ് കർമ്മമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. നിൻ്റെ മനസ്സിൽ ഒന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? നിന്നോട് ഒരിക്കൽ കൂടി സമ്മതം ചോദിച്ചിട്ട് ആക്കാമെന്ന് കരുതിയിട്ടാണ്. അവൾ ഒന്നും മിണ്ടിയില്ല. ഫർസാൻ, എന്തു പറ്റി? ഹേ ബീവി, ഒന്നുമില്ല. അറബിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതാണ് ഫർസാന. പക്ഷേ അവൾ ജെയ്ത്തൂൻ ബീവിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. തൽക്കാലം ബീവി ഒന്നും അറിയണ്ട എന്നും അറബി അവളെ അറിയിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജെയ്ത്തൂൻ ബീവിക്ക് വളരെയധികം സന്തോഷമാണ് ആകുന്നത്. യാ ഫർസാൻ, പിന്നെ ഇന്നുകൂടി നീ ഈ റൂമിൽ കിടക്കുള്ളൂ കേട്ടോ. അതെന്താ? പിന്നെ നിൻ്റെ റൂം വേറെ ആയിരിക്കും ഇനി നിക്കാഹ് കഴിഞ്ഞാൽ. കൂടെ അർബാവും ഉണ്ടാവും. പിന്നെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ദിവസങ്ങളെല്ലാം ഞാൻ നിനക്ക് വേണ്ടി നൽകും. ഇൻഷാ അല്ലാ, പെട്ടെന്ന് നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് ഒരു കുഞ്ഞുണ്ടാട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ എനിക്കും നിനക്കും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരേ സ്ഥാനമായിരിക്കും. ഒരു ദിവസം പോലും ഏറെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല. കൂടുതലായ ദിവസങ്ങൾ നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അറിയാലോ, എനിക്കൊരു കുഞ്ഞിക്കാലില്ല മോളെ. ഒരു കുഞ്ഞിനെ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല, ഒരു കുഞ്ഞിനെ താലോലിക്കാൻ എടുക്കാൻ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത്, ഫർസാന, നിന്നിലൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ഇഷ്ടം പോലെ കൊഞ്ചിക്കും, അതിനെ ഞാൻ താലോലിക്കും. അതിനെനിക്ക് സമ്മതം തരണം ബീവി, അങ്ങയുടെ ഇഷ്ടം പോലെ. ഫർസാന, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ശരിയാണ്, നീയായിരിക്കും എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നത്, അതൊക്കെ ശരിയാണ്, നിൻ്റെയും ഭർത്താവാണല്ലോ. പക്ഷേ ഒരിക്കൽ പോലും എന്നെ ആ കുഞ്ഞിനെ തൊടാതിരിക്കാനൊന്നും സമ്മതിക്കരുത് കേട്ടോ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയ്ക്കും വലിയ ത്യാഗത്തിന് തയ്യാറാകുന്നത്. ഒരു പെണ്ണും
ഇതിന് സമ്മതിക്കില്ല. പക്ഷേ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള ഒരു ലക്ഷ്യം, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഒരുങ്ങിയത്. ഒരു നിമിഷം ഫർസാന വിചാരിച്ചു, റബ്ബേ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ സുരക്ഷിതമാക്കും വിധത്തിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടും. അതല്ല, അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ എല്ലാം പുറത്താകും. ഫർസാന ബീവിക്ക് കൊഞ്ചിക്കാനും താലോലിക്കാനും എൻ്റെ കുഞ്ഞിനെ ഞാൻ നൽകും. ഇൻഷാ അല്ലാ. പഠിച്ചോനെ, എൻ്റെ കുഞ്ഞിനെ നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യേ. അറബി അന്ന് ഫ്രഷായി. യാ സെയ്ഫ്, ഇത്രയധികം മഞ്ചായിട്ട് എങ്ങോട്ടാണ്? ഇന്ന് നിക്കാഹുണ്ടോ? ഇന്ന് നിക്കാഹില്ല, ഇന്ന് ഞാൻ മഹർ വാങ്ങാൻ പോവുകയാണ്. നിക്കാഹിൻ്റെ ദിവസം നാളെ. എന്താ, നീ വരുന്നോ മഹർ വാങ്ങാൻ? യാ സെയ്ഫ്, ഞാൻ വരുന്നുണ്ട്. നമുക്ക് ഫർസാനയും വിളിച്ചാലോ? ഹേയ് നോ, അത് വേണ്ട. അവൾ അവിടെ നിൽക്കട്ടെ. അവളെ ഇനി കൊണ്ടുപോകുന്നത് ശരിയല്ല. അങ്ങനെ അതാ അറബിയും ഭാര്യയും കൂടെ ഉമ്മയോട് സമ്മതമെടുക്കുവാൻ വേണ്ടി പോകുന്നു. യാ ഉമ്മി. യാ സെയ്ഫ് മോനെ. ജെയ്ത്തൂൻ. ഉമ്മി, ഞങ്ങൾ മഹർ വാങ്ങുവാൻ വേണ്ടി പോവുകയാണ്. മാഷാ അല്ലാ, മബ്രൂക്ക്. ഫർസാനക്കുള്ള മഹർ വാങ്ങാൻ പോകുന്ന സന്തോഷത്തിലാണ് ജെയ്ത്തൂൻ ബീവി. ഉമ്മയോടൊക്കെ യാത്ര പറഞ്ഞു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ വേലക്കാരികൾക്ക് പന്തികേട് തോന്നിയിരുന്നു. അവർ നേരെ അറബിയുമ്മയുടെ അടുക്കിലേക്ക് ചെന്നു. എങ്ങോട്ടാണ് അർബാവും ഭാര്യയും പോകുന്നത് മാമ? കാര്യങ്ങൾ അതാ തുറന്നു പറയുകയാണ്. ഇനി എന്തിനു വിളിച്ചു മറച്ചും വെക്കണം? അറബി മാമ കാര്യങ്ങൾ പറയുന്നു. എൻ്റെ മകൻ സൈഫുദ്ദീൻ, അവന് മക്കളില്ലാത്തതിൻ്റെ പേരിൽ അല്പം വിഷമത്തിലായിരുന്നു. പക്ഷെ അവന് വിഷമമില്ല എങ്കിലും അവൻ്റെ ഭാര്യ ജെയ്ത്തൂൻ, അവൾക്കായിരുന്നു കൂടുതൽ അതിനോട് താല്പര്യം. അങ്ങനെ മസ്രയിൽ വെച്ച് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടിയെ അവൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അവളുടെ ഭർത്താവായ എൻ്റെ മകനോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എൻ്റെ മകൻ അതിനെ കൂട്ടാക്കിയില്ല. അവൾക്ക് നിർബന്ധം അവളെ വിവാഹം കഴിക്കണം എന്നുള്ളത്. അവളിൽ കുഞ്ഞുങ്ങളുണ്ടായി കാണണം. അതാണ് എൻ്റെ മരുമകൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ അവളുടെ ചിന്ത. അപ്പോൾ അവളുടെ നിക്കാഹിന് വേണ്ടി മഹർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. ശരിക്കും വേലക്കാരിത്തികൾ ഞെട്ടിപ്പോയി. ഓ എൻ്റെ റബ്ബേ. ആ അത് ശരി മാമ, അപ്പം അങ്ങനെയൊക്കെയാണല്ലേ. ഓക്കെ, എന്നാൽ ഞങ്ങൾ ശരി അങ്ങോട്ട് പോകട്ടെ. അറബിയുമ്മക്ക് എന്തോ ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നതിനിടയിലാണ് അത് പറഞ്ഞത്. അതിൽ ഒരുത്തി പറഞ്ഞു, ആഹാ നല്ല കാര്യമാണല്ലേ. എന്തൊക്കെ തന്നെയാലും ജെയ്ത്തൂൻ ബീവി ചെയ്ത് നല്ലൊരു കാര്യമാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ സംരക്ഷിക്കലുമായി, ഭർത്താവിൻ്റെ ഭാര്യയാക്കലുമായി, കുഞ്ഞുങ്ങൾ ഉണ്ടാവലുമായി. അതിൽ മറ്റേ വേലക്കാരി പറഞ്ഞതിങ്ങനെ, ഹോ അവൾക്കിപ്പോൾ ആ മലയാളി പെണ്ണെ, നമ്മളും മലയാളികളാണേ, ഇതാ നമ്മളും ഇവിടെ ഉണ്ട്. എന്താണ് നീ പറയുന്നത്? നിന്നെ അറബി കെട്ടണമെന്നോ? അങ്ങനെയല്ലെങ്കിലും നമ്മളിവിടെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, നമ്മൾക്ക് മക്കളുണ്ടാകാനൊന്നും ഉണ്ടാവില്ല. എന്താ അറബിക്ക് എന്നെ ഒന്ന് ചോദിച്ചൂടേനോ? എനിക്കെന്താ സൗന്ദര്യത്തിന് ഇത്ര കുറവുണ്ടോ? മസറയിൽ ജോലിക്ക് വന്ന ആ പെണ്ണിനെ തന്നെ ഭാര്യയാക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ആ വേലക്കാരിക്ക് കുശുമ്പ് അല്പം കൂടുതലാണ്. വെറുതെ അല്ല ചുറ്റിപ്പറ്റി ഇവിടെ ഇങ്ങനെ നിന്നിരുന്നത്. ഞാനും വിചാരിച്ചു മലയാളം സംസാരിക്കുന്ന ഒരു പെണ്ണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയധികം ഒന്നും വിചാരിച്ചില്ല. അല്ലെങ്കിലും എന്താ ജെയ്ത്തൂൻ ബീവിയുടെ കഥ? സ്വന്തം ഭർത്താവിനെ കൊണ്ട് ഏതെങ്കിലും വേലക്കാരികളെ ആരെങ്കിലും കെട്ടിപ്പിക്കുമോ? വേലക്കാരിയാണെന്ന് ആരെ പറഞ്ഞത്? ഒരു പക്ഷേ എന്തെങ്കിലും ജോബ് അന്വേഷിച്ച് വന്നതായിരിക്കും. അപ്പോൾ അവൾ ഇഷ്ടപ്പെട്ടപ്പോൾ കൊണ്ടുവന്നത്. അതിനെന്താടി, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, അധികം പ്രായമില്ലാത്തൊരു സുന്ദരി പെൺകുട്ടിയാണ്. അർബാവിന് നന്നായി ചേരും. ജെയ്ത്തൂൻ ബീവിയുടെ സൗന്ദര്യം അത് വേറെ. പക്ഷെ ഇവള് ഒരു നാടൻ പെൺകുട്ടി. ആ അർബാവക്ക് എന്താ തീരെ ഒരു ബുദ്ധിയില്ലേ? ഇങ്ങനെയുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പാടുണ്ടോ? എന്താടി, നിനക്ക് താല്പര്യമുണ്ടായിരുന്നോ? സത്യമായിട്ടടി എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അറബിയിൽ പലതവണ അറബിയുടെ മുൻപിലൂടെ ഞാൻ നടക്കാറുണ്ട്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലവട്ടം വിചാരിച്ചതാണ്. സത്യമായിട്ടും. ഓഹോ, നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നോ? നീ നിന്റെ ഭർത്താവ് ഉണ്ടായിട്ടും ഡൈവേഴ്സ് വാങ്ങിയതല്ലേ? എന്തിനു വേണ്ടിയിട്ട്? നിനക്ക് ഒറ്റയ്ക്ക് സ്വതന്ത്രമായി നടക്കുവാൻ വേണ്ടിയിട്ട്?
ഭർത്താവ് ഗ്ലാമർ ഇല്ലെന്നോ, പണിയില്ലെന്നോ, ജോലിയില്ലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നീ അതിൽ നിന്ന് ഒഴിവായതല്ലേ? അതെ, ഭർത്താവാകുമ്പോൾ കുറച്ച് കരുത്തനായ ഭർത്താവണം. അത്യാവശ്യം പണം വേണം, അത്യാവശ്യം ധൈര്യവും ശക്തിയും വേണം. അതൊന്നും എൻ്റെ ഭർത്താവിനില്ല. അതുകൊണ്ടൊക്കെ തന്നെ എനിക്കയാളെ ഉപേക്ഷിക്കേണ്ടി വന്നു. സത്യമായിട്ടും ഞാൻ അറബിയെ ഒത്തിരി ഇഷ്ടമായിരുന്നുണ്ട്. എനിക്ക് അറബിയെ കാണുമ്പോൾ എനിക്കെന്തെന്ന് അറിയില്ല, അദ്ദേഹത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. പക്ഷേ നമ്മൾ അറബി അത്രക്കും കെയറിങ്ങിൽ ജീവിക്കുന്നുണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ചോദിക്കും, എത്ര അറബിമാരടി പെണ്ണുങ്ങളെ കെട്ടുന്നു, നിനക്കറിയില്ലേ? കേരളത്തിൽ നിന്ന് ജോലിക്ക് വന്ന പല പെണ്ണുങ്ങളെയും അറബികൾ കെട്ടിയതായിട്ട് എനിക്കറിയാം. പ്രത്യേകിച്ച് വീട്ടുജോലിക്കൊക്കെ വന്നവരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. കാരണം എന്താ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും അവരുടെ ഡ്രസ്സ് അലക്കലും കാര്യങ്ങളും ഒക്കെ ഇവർ ചെയ്യും. അപ്പം എന്തൊക്കെ തന്നെയാലും ഇടപഴകൽ അവിടെ വരുമല്ലോ. അതുകൊണ്ട് തന്നെ പല അറബികളും മലയാളി പെണ്ണുങ്ങളെ ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അറബി ചെയ്തൊരു പണി വല്ലാത്ത ചതിയായിപ്പോയി. ഞാനിവിടെ ഉണ്ടായിട്ടും മറ്റൊരു പെണ്ണിനെ എന്തിനു നിക്കാഹ് കഴിക്കുന്നു? എന്തൊക്കെ തന്നെയാലും ഫർസാനയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ അതാ ആ വേലക്കാരികൾ ഫർസാനയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. ഫർസാന, അവൾ വാതിൽ തുറന്നു. ആ ഫർസാന, എന്ത് ചെയ്യുകയായിരുന്നു? ഞാനിവിടെ എനിക്ക് എൻ്റെ സ്റ്റഡി ഒന്നും കൂടി പൂർത്തിയാക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ +2 ആണ് ചെയ്തിരുന്നത്, ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഓൺലൈൻ കോഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമായിരുന്നു. മോളെ, നിനക്ക് ഇപ്പോഴും പഠിക്കുന്ന പ്രായം തന്നെയാണല്ലോ, നീ എന്തേ ജോലിക്ക് വന്നത്? അതെനിക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ജെയ്ത്തുൻ ബീവി. മോളെ ഫർസാന, അവർ സംസാരത്തിന് വരികയാണെങ്കിൽ അതിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറണമെന്ന്. പക്ഷേ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അതിൽ ഒരുത്തിയാണ് കുറച്ച് സ്ട്രോങ്, മറ്റേ അത്ര സ്ട്രോങ് അല്ല. അത് കൂടെ വന്നെന്ന് മാത്രം. അവളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫർസാന. എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം തരിച്ചു പോവുകയാണുണ്ടായത്. കാരണം അവരുടെ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തി, എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്, ഫർസാന എന്തുദ്ദേശത്തിലാണ് ഫർസാനയെ ഇങ്ങോട്ട് അറബിച്ച് കൊണ്ടുവന്നത് എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ. പിന്നീട് ഒരു കാര്യം അവളോടായി പറഞ്ഞു. ഫർസാന, നീ വിചാരിക്കുന്ന പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞങ്ങളൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. അറബിയുടെ സ്വഭാവം നിനക്കറിയായിട്ടാണ്. കഷ്ടപ്പാട് കൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഫർസാന, പറ്റുമെങ്കിൽ നീ രക്ഷപ്പെട്ടോ. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ നിനക്ക് പ്രയാസമായിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം നിന്നെ സ്നേഹിക്കുന്ന കാര്യമാക്കണ്ട. ഞങ്ങളൊക്കെ ആദ്യം അങ്ങനെ തന്നെയായിരുന്നു, പിന്നീട് ഭയങ്കര പ്രയാസമാണ്. പിന്നെ അറബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പെണ്ണിന് മാത്രമല്ല പല പെണ്ണുങ്ങൾ അയാൾക്കുണ്ട്. നീ എന്താ അദ്ദേഹത്തെ നിക്കാഹ് കഴിക്കാൻ ഒരുങ്ങുന്നുണ്ടോ? അങ്ങനെ ആയാൽ മോളെ പെട്ടുട്ടോ. കാരണം ഒരുപാട് ആളുകളായിട്ട് കമ്പനിയുള്ള ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉള്ള ആളാണ് നമ്മളിവിടുത്തെ അറബി എന്ന് പറഞ്ഞാൽ. ഒരു നേരത്തെ നിന്നെ ഒരു പക്ഷെ നിക്കാഹ് കഴിക്കും, പിന്നെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും. അതാണ് ആള്. നിനക്ക് അതിനെക്കുറിച്ച് അറിയായിട്ടാണ് അറബിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഉൾക്കൊള്ളുവാൻ അവൾക്ക് ആയില്ല. കാരണം എത്രയോ പ്രാവശ്യം ജെയ്ത്തുൻ ബീവി പറഞ്ഞിട്ട് പോലും അദ്ദേഹം എന്നോട് സംസാരിക്കുവാൻ വേണ്ടി മടിച്ച ആളാണ്. അങ്ങനെയുള്ളവർ എപ്പോഴും ചാടിക്കയറും, അത് ഉറപ്പാണ്. പക്ഷേ ഇയാൾ വളരെയധികം അച്ചടക്കത്തോടു കൂടി വളരെയധികം നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് ഈ അറബിക്കുള്ളത്. ഇവർ പറയുന്നത് തികച്ചും തെറ്റാണെന്ന് അവൾക്ക് ആ നിമിഷം തോന്നി. പിന്നീട് അറബിച്ച് പറഞ്ഞ ആ ഒരു വാക്കും, ഫർസാന, അവർ കൂടുതലായിട്ട് സംസാരിക്കാൻ വരുമ്പോൾ കഴിയുന്നതും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം കേട്ടോ. പഠിച്ചവനെ ഏത് വിശ്വസിക്കുക, ഇവരിങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ബീവി പറഞ്ഞിട്ടാണല്ലോ ഞാനിതിനു വേണ്ടി നിൽക്കുന്നതും, ബീവിയുടെ ഇഷ്ടത്തിനാണല്ലോ എല്ലാം ചെയ്യുന്നതും. മോള് ശരിക്കും സൂക്ഷിച്ചോ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കാരണം അറബിനായിട്ടുള്ള നിക്കാഹിനെ ഒരിക്കലും സമ്മതിക്കരുത് കേട്ടോ. സമ്മതിച്ചു പോയാൽ മോളെ നീ പെട്ടു. പിന്നെ നിനക്ക് സന്തോഷത്തിലൊരു ജീവിതം ഉണ്ടാവില്ല. മൂപ്പര് ഞാൻ പറഞ്ഞല്ലോ, 1 2 എന്നല്ല, ഒരുപാട് ഈ പ്രായം പെൺകുട്ടികളെ നിക്കാഹ് കഴിക്കുക എന്നുള്ള സ്വഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്.
അതിനുവേണ്ടി ബീവി കൂട്ടു നിൽക്കുവേ. ഇവിടുത്തെ ഒരു ബീവി അങ്ങനെ പല കളവും പറയും, ആദ്യം മക്കളില്ല എന്നൊക്കെ. പക്ഷെ പിന്നീട് ഇങ്ങനെ ഒരു പെൺകുട്ടികളെ കൂട്ടുപിടിച്ച് നിക്കാഹ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വലിയൊരു ഗ്യാങ്ങുണ്ട്, അതിലേക്ക് അങ്ങോട്ട് ആക്കും. അറബിക്കാണെങ്കിൽ എല്ലാ ചെറിയ പെൺകുട്ടികളെ നിക്കാഹ് കഴിക്കുന്നതും ഒത്തിരി ഇഷ്ടമാണ്. വേലക്കാരികൾ ഓരോന്ന് പറഞ്ഞ് ഫർസാനയുടെ മനസ്സിലേക്ക് കയറ്റുന്നു. അവൾ ഒരു നിമിഷം ചിന്തിച്ചു, അല്ലാ, എൻ്റെ പ്രായമുള്ള ഒരുപാട് കുട്ടികളെ നിക്കാഹ് കഴിക്കുന്നുണ്ടെന്നോ? എന്തൊക്കെയാ റബ്ബേ ഞാനീ കേൾക്കണത്? ഒരുപാട് പറഞ്ഞപ്പോൾ അവൾക്കും ചെറിയ രീതിയിൽ ഒരു ഡൗട്ട്. അല്ലെങ്കിലും എന്നെ കണ്ടപ്പോൾ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ബീവിക്ക് തോന്നിയതും അത് സത്യം പറഞ്ഞാൽ ആകെ കൺഫ്യൂഷനായല്ലോ റബ്ബേ. ഇവർ പറയുന്നത് കേട്ടില്ലേ, ഈ പ്രായം പെൺകുട്ടികളെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അറബിച്ച് നിക്കാഹിന് വേണ്ടി നിർബന്ധിക്കും, പിന്നീട് അയാളുടെ കെയർ ഓഫിൽ. റബ്ബേ എന്തൊക്കെയാണാവോ? ഹേയ്, അങ്ങനെ വരാൻ വഴിയില്ല. കാരണം ഒരിക്കലും അദ്ദേഹം അത്തരക്കാരനല്ല. അയാളുടെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുമില്ല. അവർ പറഞ്ഞ ആ വാക്ക്, എടി പെണ്ണേ, പിന്നെ പലതിനും വേണ്ടി അറബി നിർബന്ധിക്കും, അതിനൊന്നും ഒഴിഞ്ഞു കൊടുക്കാൻ പാടില്ല കേട്ടോ. കാരണം അങ്ങനൊരു ടീമുണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ മൂപ്പര് വെറുതെ വിടൂല. അവളുടെ മറ്റേ സെർവൻ്റ് അപ്പോൾ പറഞ്ഞത്, എടി അത്രയൊന്നും വേണ്ട, കൂടുതലാകും. അവളങ്ങനത്തെ അറബിയോട് പറഞ്ഞാലേ നമ്മളെ ജോലി പോകുന്ന കേസാട്ടോ. അങ്ങനെ നമ്മൾ ഒരാളെ കുറിച്ച് തന്നെ പറയാൻ പാടില്ല. ഓ പിന്നെ അങ്ങനെ അങ്ങ് പേടിച്ചു നിന്നാലോ? എന്നാൽ നീ അങ്ങനെ പറഞ്ഞോ, എന്നെ കിട്ടൂരട്ടോ അതിനൊന്നും. എന്നാൽ ഈ സമയം സെയ്ത്തൂൻ ബീവിയും സൈഫ് അറബിയും അവർ അതാ നേരെ ജ്വല്ലറിയിലേക്കായിരുന്നു പോയിരുന്നത്. സെയ്ത്തൂൻ ബീവിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു ഫർസാനയെ കൊണ്ടുവരാത്തതിൽ. സെയ്ഫ്, ഫർസാനയെ വിളിച്ചാൽ മതിയായിരുന്നു, അവൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഡിസൈൻസ് അതൊക്കെ സെലക്ട് ചെയ്യാമായിരുന്നു. അതൊന്നും വേണ്ട, എൻ്റെ ബീവിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് അതെടുത്തോ. അത് ഡയമണ്ട്സിന് വേണോ ഗോൾഡിൽ വേണോ എന്തൊക്കെ തന്നെയാലും കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഡയമണ്ട് ആക്കാംല്ലേ? ഡയമണ്ട് ആകുമ്പോൾ അല്പം എക്സ്പെൻസ് കൂടും, എന്നാലും നോ പ്രോബ്ലം. നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ എടുക്ക്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ ആയിക്കോട്ടെ. അങ്ങനെ അതാ സെയ്ത്തൂൻ ബേബി ജ്വല്ലറിയിലെ എല്ലാ കളക്ഷൻസും നോക്കുന്നു. ഒടുവിൽ അവിടെ കണ്ട ആ ഒരു മനോഹരമായ ഡയമണ്ട് നെക്ലേസ് അവളുടെ കണ്ണിൽപ്പെട്ടു. അവരത് എടുത്ത് കാണിച്ചു. മേഡം, നിങ്ങളൊന്ന് ശരിക്കും ജസ്റ്റ് ഒന്ന് കഴുത്തിൽ വെച്ച് നോക്കിയാലാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുക. അപ്പോൾ തന്നെ അതാ സൈഫ് അറബി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കഴുത്തിൽ അത് വെച്ച് നോക്കുന്നു. ബീവി, വളരെയധികം മനോഹരമായിരിക്കും കേട്ടോ. ഈ പർദ്ദയുടെ മുകളിലൂടെ തന്നെ വെച്ചിട്ട് ഇത്രയധികം. ഇനി അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ആ റൂമിൽ പോയിട്ടൊന്ന് വെച്ച് നോക്കിയാലോ? അതാ മേഡം, അതാ അവിടെ ഉണ്ട്. അവർ ഒരു ഗ്ലാസ് റൂം കാണിച്ചു കൊടുത്തു. അറബിയും ഭാര്യയും അതിനുള്ളിലേക്ക് കടന്നു. ഹിജാബും നിക്കാബും ഒഴിവാക്കി അവരുടെ ആ മനോഹരമായ കഴുത്തിൽ ആ ഡയമണ്ട് നെക്ലേസ് വെച്ച് നോക്കി. ശരിക്കും പറഞ്ഞപ്പോൾ വെട്ടിത്തിളങ്ങുന്ന ഒന്നായിരുന്നു അത്. മാഷാ അല്ലാ, അവളുടെ കഴുത്തിൻ്റെ മനോഹാരിതയിൽ ആ ഒരു ഡയമണ്ട് നെക്ലേസിന് കൂടുതൽ ഭംഗിയുള്ളതായി തോന്നി. അറബി സെയ്ത്തൂൻ ബിബിയോട് പറഞ്ഞു, യാ സെയ്ത്തൂൻ, മാഷാ അല്ലാ, വെരി ബ്യൂട്ടിഫുൾ. എൻ്റെ പെണ്ണ് വളരെയധികം മനോഹരമായിരിക്കുന്നല്ലോ ഈ ഒരു ഡ്രസ്സിൽ. ഹോ, ഞാൻ ഡ്രസ്സിടുമ്പോൾ മാത്രമേ സൗന്ദര്യമുള്ളൂ എന്നാണ് പറയുന്നത്? ഹേയ്, അങ്ങനെയല്ല, ഈ ഡ്രസ്സ് ഇട്ടിട്ട് പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ആ, ഇതിൻ്റെ കൂടെ ഡയമണ്ട് നെക്ലേസും കൂടി ചേർന്നപ്പോഴാണ്. ഇനിയിപ്പം മുകളിൽ പർദ്ദ ഹിജാബ് ഇടുമ്പോൾ ആ ഭംഗി ഉണ്ടാവില്ല. എന്താ, ഇതെങ്ങനെയുണ്ട്? അടിപൊളി, ഇത് മാഷാ അല്ലാ, കുഴപ്പമില്ല. അങ്ങനെ അതാ ഫർസാനക്കുള്ള മഹർ രണ്ടുപേരും സെലക്ട് ചെയ്യുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അതിമനോഹരമായ ഒരു ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു അത്. വളരെ സന്തോഷത്തോടു കൂടി അവരതാ വീട്ടിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുന്നു. ബീവിയുടെ മനസ്സിൽ സന്തോഷം അലതല്ലുന്നു. അല്ലാ, എൻ്റെ റബ്ബേ, ഞാൻ ആഗ്രഹിച്ചതുപോലൊക്കെ നടക്കുകയാണ്. ഇതാ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അല്ലാ, നീ സ്വീകരിക്കേ. സെയ്ത്തൂൻ, എന്താ അർബ? സെയ്ത്തൂൻ, എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പല സാധനങ്ങളും വാങ്ങാണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോകാം. അർബാവിൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ബീവിയുണ്ട് എല്ലാത്തിനും മുന്നിലേക്ക്. അതുകൊണ്ട് തന്നെ ബീവിയുടെ ആഗ്രഹം അംഗീകരിച്ച് കൊടുക്കാതിരിക്കാൻ
അറബിക്ക് പ്രയാസവുമാണ്. കാരണം എല്ലാത്തിനും എൻ്റെ കൂടെ മുൻപന്തിയിൽ നിൽക്കുന്നത് അവളാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.